ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാഞ്ഞാൽ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വെല്ലുവിളിയായി ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച വാളനാത്തുകുന്ന് റോഡ് 2 വർഷമായി തകർന്നു കിടക്കുന്നു. ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തം. പാഞ്ഞാൽ പഞ്ചായത്തിലെ 10ാം വാർഡായ വാൾനാത്തുകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ രംഗത്ത്. 2023 ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡ് കഴിഞ്ഞ 2 വർഷമായി തകർന്ന അവസ്ഥയിൽ തുടരുന്നതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാൽനട നടക്കുമ്പോൾ തന്നെ ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വഴി മാറിക്കൊടുക്കാൻ ഒരു വഴിയില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളി കെട്ടി നിറഞ്ഞിട്ട് അത് കൂടെ ഞങ്ങൾ നടക്കുക, വീഴുക, അതുപോലെ ബൈക്ക് വന്നിട്ട് മറിയുക, അങ്ങനെ 2-3 പേർക്ക് ഈ ആപത്ത് പറ്റിയിട്ടുണ്ട്. എന്നിട്ടും കുറെ പറയുകയൊക്കെ ചെയ്തു, പഞ്ചായത്തിൽ അറിയിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ യാതൊരു വക പരിപാടി അവിടുന്ന് ഞങ്ങൾക്ക് ഒരു മറുപടിയും തന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കുന്നത്. മഴ ശക്തമായി പെയ്താൽ റോഡ് ഒരു തോട് പോലെ മാറുന്ന സാഹചര്യമാണ് വാളനാത്ത് കുന്നിലുള്ളത്. വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹന യാത്രികർ വീഴുന്നതും കാൽനട യാത്രക്കാർ തട്ടി വീഴുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ്. വേണ്ട, നമ്മുടെ ഈ റോഡിന്റെ ഒരു ശോചനാവസ്ഥ ചെയ്തു തന്നാൽ മതി. നമുക്ക് അത്ര മാത്രമേ വേണ്ടൂ. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയം പറയേ വേറൊന്നുമല്ല. നമ്മുടെ ഏറ്റവും നമുക്ക് ഒരു വണ്ടി കൊണ്ടുപോകാൻ തീരെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മുടെ ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് നമ്മളിത് ഇവരെ വിളിച്ചിട്ട് ഇത് അറിയിച്ചത് തന്നെ. വില്ലിമംഗലം ഈ വാൾനാത്തുകുന്ന് റോഡ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശോചനീയാവസ്ഥ ഒന്ന് തീർത്തു തരണമെന്ന് പാഞ്ഞാൽ പഞ്ചായത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ്. ഒരു വയസ്സായ ആൾക്കാരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ കുഞ്ഞു മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനോ എല്ലാവരും ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ദുരിതത്തിലായിട്ട് ഇരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരാൻ ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ്. മഴ മാറിയാൽ പണി തുടങ്ങാം എന്ന അധികൃതരുടെ സ്ഥിരം പല്ലവി കേട്ട് മടുത്തെന്നും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്വന്തം വണ്ടി പോലും ഈ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, അടി തട്ടുന്നു. സ്കൂട്ടി ആകുമ്പോൾ എത്രയോ പേര് വീഴുന്നു. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്. അതാണ് നോക്കുന്നത്. ഏകദേശം ഒരു 3-4 വർഷത്തോളമായി ഈ റോഡ് കുത്തിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നു. എനിക്ക് നടക്കാനും സൗകര്യമില്ല, റോഡിലേക്ക് പോകാൻ വാഹനങ്ങൾ വരാൻ സൗകര്യമില്ല, ഒരു വണ്ടി വരാൻ സൗകര്യമില്ല. വണ്ടിക്കാരും ഓട്ടോറിക്ഷക്കാരും എല്ലാം വിളിച്ചാൽ അങ്ങോട്ട് വരുന്നില്ല. ദയവീത് ഗവൺമെൻറ് പഞ്ചായത്ത് അതിൽ കനിവ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡൊന്ന് വൃത്തിയാക്കുന്നത് വളരെ സന്തോഷമായി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് വാളനാത്തുകുന്ന് നിവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ റോഡിൽ തന്നെ ഒരു 2 മാസം മുമ്പ് ഞാൻ തന്നെ സ്വയം സ്കൂട്ടിയിൽ നിന്ന് വീണിട്ട് അപകടം പറ്റേണ്ടായി. ആരുടെ ഭാഗ്യത്തിന് എല്ല് പൊട്ടിയില്ല. നമുക്കൊന്നേ പറയാനുള്ളൂ, ഫണ്ടിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിപ്പയറിങ് നടന്നില്ലെങ്കിലും അത്യാവശ്യമായിട്ട് പാച്ച് വർക്കെങ്കിലും ചെയ്ത് തരണം എന്നുള്ളവരാണ്. CCV ന്യൂസ്, പാഞ്ഞാൾ.